ആ വെക്ക് വെക്ക്. ഓക്കെ. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ഹലോ, ഐ എം അഞ്ജലി. സർ, ഇദ്ദേഹമാണ് മിസ്റ്റർ അലക്സ്, ഇന്ത്യൻ എംബസി ഒഫീഷ്യൽ. മാഡം, ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. സാറ് സൈൻ ചെയ്യുകയാണെങ്കിൽ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉക്രൈനിലേക്ക് അയക്കാൻ കഴിയും. സമയം കളയാതെ ഈ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്ന് വേഗം ചെയ്യായിരുന്നു. എക്സ്ക്യൂസ് മീ. പോയാലേ ജോലി കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരാനല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുക? അവൾ എന്റെ ഫ്രണ്ട് ആയിരുന്നു അമ്മേ. എന്തോന്ന് ഫ്രണ്ട്? ഇപ്പൊ ഞാൻ പറയുന്ന അമ്മയൊന്ന് കേക്ക്. എതിർത്ത് സംസാരിക്കുന്ന ആദ്യം ഒന്ന് നിർത്ത് പ്ലീസ് അമ്മേ. പറയട്ടെ, ആ മദാമ്മയുടെ ഡെഡ് ബോഡി ഇപ്പോഴാണ് ടേബിളിലോട്ട് വന്നത്. പറ്റില്ലെങ്കിൽ നീ അതൊന്ന് പറഞ്ഞാ പോലെ. പറ്റില്ലെന്ന് എങ്ങനെ പറയുന്നത്? എന്തായാലും അവളുടെ വയറ് കീറാതെ പറ്റില്ലല്ലോ. അവളുടെ വയറ്റിൽ എന്താ ഉള്ളത്? ഒരു ചെറിയ പെൻഡ്രൈവ് ആണ്. സിം കാർഡ് ഇല്ലേ, അതുപോലെ തന്നെ ചെറുതാണത്. അത് പോലീസിന്റെ കൈ കിട്ടരുത്. അയ്യേ, ഇത് റിസ്ക് ഉള്ള മാറ്ററാണ്. എനിക്ക് 10,000 വേണം. അതെ, പറയുന്ന പോലെ നടക്കില്ല. കാര്യങ്ങൾ വേഗം നടക്കണം. അത് കിട്ടിക്കഴിഞ്ഞ പിന്നെ നമ്മുടെ കാര്യം ഓക്കെയാണ്. ഹലോ വിമൽ, പറയാ അഞ്ജലി. വോൾഗയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? വോൾഗ മരിക്കുന്നതിന് മുൻപ് പെൻഡ്രൈവ് വിഴുങ്ങിയിരുന്നുവെന്ന്. അത് എടുത്തോണ്ട് പോവാൻ ആരോ ട്രൈ ചെയ്യുന്നുണ്ട്. നീ വേഗം ഇവിടെ വാ. അഞ്ജലി, ഞങ്ങളുടെ കമ്പനിയുടെ സീക്രട്സ് ഒക്കെ അതിലുണ്ട്. തെറ്റായ ആൾക്കാരെടുത്തത് പോരുത്. നീ അത് എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കേ, ഐ ട്രൈ. അമ്മേ, മോർച്ചിൽ നിന്ന് വോൾഗയുടെ ബോഡി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവാ. ഞാൻ അവിടെ പോയേ പറ്റൂ. എടാ, വാശി കളഞ്ഞിട്ട് രണ്ടുപേരും ഒന്ന് പോകാൻ നോക്ക്. അവനോട് കഴിക്കാൻ പറ. എനിക്ക് ആഹാരം വേണ്ട. എന്നാ ഞാനും ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഇവനോട് സ്നേഹം ഉണ്ടെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇവൻ കഴിച്ചാലേ അമ്മ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവനോട് കഴിക്കാൻ പറഞ്ഞു. എനിക്ക് ഹൃദയമില്ലെന്നുണ്ടെങ്കിലും മനസ്സിൽ സ്നേഹമൊക്കെ ഉണ്ട്. മണിക്ക് വന്നേ. സാറേ, ടോക്കൺ നമ്പർ 12. സ്കൂളിൽ പഠിക്കുന്ന പെണ്ണ വിഷം കുടിച്ചിട്ടാ സാറേ വന്നിങ്ങനെ. ചീഫ് സൈൻ ചെയ്യാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് സാർ. നോക്കോ സാർ, ഞാൻ നോക്കിക്കളന്ന് പറഞ്ഞില്ലേ. എടാ, ഇതെന്താ ഇത്? ഇതൊക്കെ സിമ്പിൾ മാറ്റർ അല്ലേ? നീ വിട്ടേക്ക്. ഇതൊക്കെ വേഗം ചെയ്യേണ്ട കാര്യമല്ലേ. ഇതെന്താ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എടാ, അത് താഴെ പോയി. അതൊന്ന് വേഗം എടുത്തേ. ചേട്ടാ, ചേട്ടാ, പെൻഡ്രൈവ് കിട്ടിയോ? പെൻഡ്രൈവ് ഒന്നും എന്റെ കയ്യിലില്ലല്ലോ കൊച്ചേ. മരിച്ചത് എന്റെ ക്ലോസ് ഫ്രണ്ടാ. ആ പെൻഡ്രൈവ് എന്റേതാ. 10,000 രൂപയുണ്ട് ഇതിൽ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. ഇതും വെച്ചോ. എന്നിട്ടാ പെൻഡ്രൈവ് ഇങ്ങത്താ. വേഗം പിടിക്ക്. താങ്ക്സ്. പെൻഡ്രൈവ് എന്ത്? അല്ല, അത് ഇത് പിടിക്ക്. ആ പെണ്ണിന്റെ വയറ്റിൽ ഒന്നുമില്ല സാർ, മദ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്താ നീ പറയുന്നത്? അല്ല സാർ, ഞാൻ സത്യം പറഞ്ഞു. എന്താ പറഞ്ഞ? എന്റെ പോക്കറ്റിൽ എന്താ നോക്കുന്നുണ്ടാവും. എടുക്ക. ഇതെന്താടാ? പെൻഡ്രൈവ് എവിടെ? ആ പെണ്ണ് കൊണ്ടുപോയല്ലേ? സാർ, ആ പെണ്ണിതയിലുണ്ട്. ഇപ്പൊ വേണ്ട, പോയിക്കോ. എന്തായി? ഹായ് അഞ്ജലി. ഹായ് അഖിൽ. How do you know? ഇത് സൂക്ഷിച്ചു വെച്ചോ. She was a very nice girl. ഇപ്പൊ ഇവിടുന്ന് പോകുന്നതാ നല്ലത് വിമൽ. ഗോ. എന്താടാ ഈ പറയുന്നത്? നമ്മൾ വന്നവളുടെ ബോഡി കാണാനല്ലേ? ഞാൻ പിന്നെ എല്ലാം പറയാം. അഞ്ജലി, ഞങ്ങളുടെ കൂടെ വാ. We'll drop you. ഞാൻ തനിയെ പോയിക്കോളാം. നിങ്ങൾ ഇപ്പൊ പോവാനല്ലേ പറഞ്ഞത്? എനിക്ക് ഇൻസ്പെക്ടറിൽ നിന്നും റിപ്പോർട്ട് വാങ്ങണം, അതുകൊണ്ടാ. ഹലോ സാർ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ പെൻഡ്രൈവ് വിമലിന്റെ കയ്യിലാണ്. ഷേറ്റ്, അതെനിക്ക് തന്നെ കിട്ടണം. അറിയാവുന്നവരാരെ അയക്കണ്ട. റോബറി ചെയ്ത പോലെ ഇരിക്കണം. കെയർഫുൾ. ഓക്കെ സാർ. ഒരു പെണ്ണ് ചത്തിട്ടും കുറച്ചുപോലും മനസാക്ഷിയില്ലാതെ അവന്റെ ഒരു പാട്ട്. ജന്മം തന്നു, ഉടലിലും ഉയിരില്ല, ഉദരവും അടങ്ങില്ല, ഉയരെന്തിന്
ഏയ് വണ്ടി നിർത്ത്, പുറത്ത് വാടാ ഇറങ്ങി. ആരാ വിചാരം? നിന്നെ ഞാൻ നിന്നോടാ പറഞ്ഞ പുറത്തോട്ട് ഇറങ്ങി വരാൻ. നിർത്തണ്ട, വേഗം പോ, വേഗം നിർത്താൻ. വേഗം പോ. എന്താണ് നിനക്ക് വേണ്ടത്? എന്താ വേണ്ടത്? നിർത്താൻ പറഞ്ഞാൽ നീ നിർത്തില്ലല്ലേടാ, കാണിച്ചു തരാം. മുഖത്ത് കത്തിയുടെ പാട് വരാൻ നോക്ക്. ഗേൾഫ്രണ്ടിനോട് എന്ത് സമാധാനം പറയും? വാച്ചല്ലേ വേണ്ടത്? കൈ മാറ്റടാ. എന്റെ കയ്യിലൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? വിടാൻ പറഞ്ഞത്. പോക്കറ്റ് എന്താന്ന് പറയടാ. ആരാ അവിടെ വേളം ഉണ്ടാക്കുന്നേ? തരാൻ പറ്റില്ല. ആഫ്റ്റർ ഓൾ ഒരു വാച്ചല്ലേ, ഈ പന്നികൾക്ക് അങ്ങ് ഊരി കൊടുത്തേക്ക്. കൈയെടുക്കടാ. സംസാരിക്കുന്നതിനാണ് കൈവെക്കുന്നത്. എന്താ നിനക്ക് വേണ്ടത്? ചോദിച്ചാവൻ തരും. പോക്കറ്റിൽ കൈ വെക്കരുതെന്ന് പറഞ്ഞില്ലേ? നീ എന്നെ തല്ലിയല്ലടാ. പിടിക്കുക.
Come on, Vimal! Vimal!